ചേട്ടാ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്ര നമ്മുടെ പാർലമെന്റിൽ പലസ്തീൻ അനുകൂലമായ ഒരു ബാഗും കൊണ്ടുവന്നത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഇത് കൊണ്ടുവരാൻ കാരണം ഡിസംബർ 16-ാം തീയതിയാണ് ഇവർ ബാഗ് കൊണ്ടുവന്നത്. 1971 ഇതേ ദിവസമാണ് പാകിസ്ഥാന്റെ 93,000 പട്ടാളക്കാർ ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ സംഘർഷം നടക്കുന്നുണ്ട്. പക്ഷെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി ഒരു ബാഗ് കൊണ്ടുവരാതെ പാലസ്തീൻ അനുകൂല ബാഗുമായി വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തായിരിക്കും ലക്ഷ്യം? അല്ല, അത് അവർ പിന്നീട് ഈ ബംഗ്ലാദേശിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം കൊണ്ടുവന്നു. ന്യൂനപക്ഷങ്ങൾക്ക്, അവിടുത്തെ ഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും നീതി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാഗുമായി വന്നിരുന്നു. പൊതുവേ നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായാലും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇത്തരം വിഷയങ്ങളിൽ അവരുടെ ഇടപെടൽ, അതിപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലങ്ങളിലും അവർ പലസ്തീനെ തന്നെ പിന്തുണയ്ക്കുന്നവരാണ്. പലസ്തീൻ്റെ പോരാട്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാട് അതിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ അച്ഛനാണെങ്കിലും ശരി, അച്ഛമ്മയാണെങ്കിലും ശരി, അങ്ങനെ നെഹ്റു മുതലുള്ളവരെല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗം തന്നെയാണത്. പിന്നീട് അതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്നവരുണ്ട്. പക്ഷേ BJPയുടെ നിലപാടിലേക്ക് എത്തുമ്പോൾ അതല്ല, BJPക്ക് ഇസ്രായേലിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ ബംഗ്ലാദേശിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വലിയ തോതിൽ തന്നെ ന്യൂനപക്ഷങ്ങൾ വലിയ ആ ഒരു ന്യൂനപക്ഷ വേട്ട തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബാഗ് കൊണ്ടുവരുന്നത്. PR വർക്കാണ്, PRൻ്റെ ഭാഗമാണ് എന്നൊക്കെ തന്നെയാണ് അത് പറയുന്നത്. കാരണം നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇത്തരത്തിലുള്ള PR കൃത്യമായിട്ടുണ്ട്. അതിപ്പോൾ നരേന്ദ്രമോദിക്കാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ ഇങ്ങനെയുണ്ട്. അതായത് ആ ഒരു ടീം തീരുമാനിക്കുന്നു എങ്ങനെ വാർത്താ സമ്മേളനം നടത്തണം, അപ്പോൾ ധരിക്കേണ്ട വസ്ത്രം എന്താണ്, അപ്പോൾ ഇടേണ്ട ബാഗ് എന്താണ്, കയ്യിൽ എന്ത് വാച്ചാണ് ധരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ആ ഒരു PR ടീമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ആ ഒരു PR ജോലിയിൽ PR ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ നയിക്കുന്നു. അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ പോകണം എന്ന് തീരുമാനമെടുക്കണം. നയപരമായ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്ന ഇത്തരത്തിലുള്ള ടീമുകളാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് സംഭവം. PR എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഒരു പക്ഷേ പ്രിയങ്കയുടെ ആ ഒരു വരവിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ സജീവമാണെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡിസംബർ 16-ാം തീയതിയിലെ ഈ ബാഗ് ഒരു PR ഡിസാസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ഉദ്ദേശം എന്താണ് മനസ്സിലായില്ല. കാരണം ഡിസംബർ 16-ന് വേറൊരു ചരിത്ര സംഭവം നടന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തുള്ള പലസ്തീന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതി, അതാണല്ലോ വലിയ രീതിയിൽ ചർച്ചയായത്. അപ്പോൾ അതൊരു ഡിസാസ്റ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ? പലസ്തീൻ എല്ലാ കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഗണേഷ് സൂചിപ്പിച്ചതാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ പട്ടാളം ഇന്ത്യക്ക് കീഴടങ്ങിയ ദിവസം അത് ആളുകളെ ഓർക്കാനൊന്നും സാധ്യത ഉണ്ടാവില്ലായിരിക്കും ഒരു പക്ഷേ. കാരണം ഒരു ദേശീയ സംഭവം ഇതാണ്. പക്ഷേ പലസ്തീൻ അങ്ങനെയല്ലല്ലോ. ഒരു ആഗോളതലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ രീതിയിൽ ഹമാസും ഇസ്രായേൽ സേനയും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിരവധി പലസ്തീനികൾ മരിക്കുന്നു. ഇസ്രായേലിലും അതുപോലെ തന്നെ പട്ടാളക്കാർക്ക് മരിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളൊരു ഇപ്പോഴും അവിടെ ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോഴും വളരെ രക്തരൂഷിതമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഇതിലെത്തിയിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും. ഓക്കെ, പക്ഷേ പൊതുവെ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ സംഭവിച്ച ഒരു തകർച്ച, അതിൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതൊരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായാണ് ഈ തകർച്ച എന്നാണ് പറയുന്നത്. പൊതുവെ ഇത് ഒരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാസയുടെ പേരിലുള്ള ഈ ബാഗ് കൊണ്ടുവന്നത് എന്ന വാദവും ശക്തമാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലങ്ങളിലും ന്യൂനപക്ഷ പ്രീണനം ചെയ്യാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ സെക്യുലറായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് നെഹ്റുവിൻ്റെ കാലം മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നെഹ്റുവിൻ കോൺഗ്രസിൽ നിന്നൊക്കെ കോൺഗ്രസ് ഒരുപാട് മാറി. അവരും ഒരു സോഫ്റ്റ് ഹിന്ദുയിസം എന്നുള്ള ലൈനിലേക്ക്, ഒരു മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് കോൺഗ്രസിലെ ഒരു വിഭാഗമെങ്കിലും പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവരാണ് പലപ്പോഴും BJPയിലേക്ക് പോകുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കൃത്യമായി നമുക്കറിയാം, ഒരു സെക്യുലർ ആയാൽ ഒരു മതനിരപേക്ഷ ലൈനിൽ ചിന്തിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഈ ഒരു ഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് എന്തായാലും കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി പോകാൻ പാടുള്ളതുമല്ല. കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എല്ലാം തന്നെ പോകും. അതിനൊരു പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് പ്രീണനം എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ പ്രീണനം ചില ഘട്ടങ്ങളിൽ ഉണ്ട്. മാത്രമല്ല, ഈ ഒരു മുസ്ലിങ്ങൾ രാജ്യത്ത് അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരുപക്ഷെ ആ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സംഭവം
അയോധ്യ സംഭവത്തിലൊക്കെ നമുക്കറിയാം അവിടെ എന്താ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ അവിടെ BJP തോൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പരിധി വരെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ BJPയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കോൺഗ്രസ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അങ്ങനെയാണ്, പ്രതിപക്ഷ കക്ഷികളും എല്ലാം തന്നെ ഉന്നയിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു രീതിയിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പൊതുവേ അതിൽ നിന്ന് വിഭിന്നമായി ഒരു ന്യൂനപക്ഷങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിലേക്ക് പോകില്ല. അപ്പോൾ നമുക്കറിയാം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടിയെ പാകിസ്ഥാൻ്റെ പതാക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ BJPക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞു. അത് ഉത്തരേന്ത്യയിലൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചതാണ്. ശരിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ സോഫ്റ്റ് ഹിന്ദുത്വയുടെ കാര്യം പറഞ്ഞല്ലോ ചേട്ടൻ, കോൺഗ്രസ് ഇപ്പോൾ അങ്ങനെ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ് ഹിന്ദുത്വം ഒരു സൈഡിൽ അഡോപ്റ്റ് ചെയ്യുന്നു, ഒരു ന്യൂനപക്ഷ മുസ്ലിം പ്രീണനം ഒരു സൈഡിൽ വരുന്നു. കോൺഗ്രസിന് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇല്ലായ്മ ഇതിനകത്ത് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഇലക്ഷൻ നടന്ന പല സംസ്ഥാനങ്ങളിൽ, ഒരു സംസ്ഥാനങ്ങളിൽ ജമ്മു കാശ്മീർ, അവിടെ കോൺഗ്രസ് രണ്ടാം കക്ഷി മാത്രമാണ്, അവിടെ ഒന്നാം കക്ഷിയെ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ആണ്. പിന്നെ UPA ജയിച്ചത് ജാർഖണ്ഡിലാണ്, അവിടെയും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്താണ്. അപ്പോൾ ഇത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഒരു ശ്വാസം മുട്ടിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്, ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ലായ്മ? തീർച്ചയായും അതൊരു യാഥാർത്ഥ്യമാണ് ഗണേഷ് പറഞ്ഞത്. കാരണം കോൺഗ്രസ് ഒരു ഐഡിയോളജി ഉള്ള പാർട്ടിയല്ല, ഒട്ടും ഒരു ഐഡിയോളജിയും ഇല്ല. ഇപ്പോൾ BJPക്ക് ആണെങ്കിൽ കൃത്യമായ ഒരു ഐഡിയോളജി ഉണ്ട്, CPM-നാണെങ്കിലും ഉണ്ട്, CPI-ക്ക് ആണെങ്കിലും ഉണ്ട്. എന്തിന് മുസ്ലിം ലീഗിന് പോലും ഒരു കൃത്യമായ ഒരു അത്ര പോലും ഒരു ഐഡിയോളജി ഇല്ലാത്തൊരു പാർട്ടി, ഒരു മാസ് മൂവ്മെൻറ്റ് മാത്രമാണ് കോൺഗ്രസ്. അന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘമാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. അത് പിന്നീട് പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി വരെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാം. അത് പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു. ആർക്കും എന്തും എവിടെ നിന്ന് വിളിച്ചു പറയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ആ കോൺഗ്രസ്സിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയൊക്കെ ഒരു വലിയ രീതിയിൽ വലിയ തോതിലെങ്കിലും കോൺഗ്രസിന് ഗുണകരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് എത്രത്തോളം കോൺഗ്രസിന് അത് വരും കാലങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്കറിയാം കേരളത്തിൽ തന്നെ നേതാക്കന്മാരെല്ലാവരും, ഖദറിട്ട എല്ലാവരും നേതാക്കളാണ് കോൺഗ്രസിൽ. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ കോൺഗ്രസ് ഒരു ഐഡിയോളജി എന്തായാലും ഇപ്പോൾ സെമി കേഡർ സിസ്റ്റം ഒക്കെ അറിയാം, അതൊക്കെ എല്ലാം പൊളിഞ്ഞു. അത് കെ സുധാകരൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അതിനുള്ള കുറേ നീക്കങ്ങൾ നടത്തി. പക്ഷെ അത് അടിത്തട്ടിൽ മുതൽ മുകൾ വരെ ആ രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വലിയൊരു വിഷയം തന്നെയാണ്. ഗണേഷ് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് വലിയൊരു വീർപ്പുമുട്ടലുണ്ട്. പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയൊരു മാറ്റം വന്നു. കാരണം വലിയൊരു മൃഗീയ ഭൂരിപക്ഷം ഇല്ലാതാവുന്നു. അയോധ്യയിൽ പോലും BJP തോൽക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. മോദിക്ക് പോലും, അല്ലെങ്കിൽ അമിത്ഷാ, മോദിക്കെല്ലാം ഭൂരിപക്ഷം കുറയുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഒന്ന് BJP പകച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് കൃത്യമായി മുതലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ മാത്രമേ വരും കാലങ്ങളിൽ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും അധികാരമില്ലാതായി പോകുന്നു. അധികാരമില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലൊരു സംഘടന ആയിരിക്കും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് മാറണമെങ്കിൽ പുതിയ രീതിയിലേക്ക്, കാരണം ഈ കോൺഗ്രസ് വലിയൊരു അധികാരമോഹികളുടെയും കടൽക്കിഴവന്മാരുടെയും വലിയൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഒട്ടും കേഡർ അല്ലാത്ത തോന്നുന്നവനെ എന്തും വിളിച്ചു പറയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് മാറി കുറച്ചുകൂടെ ഒരു കേഡർ സ്വഭാവത്തോടെ കൃത്യമായി ഒരു ഓർഗനൈസ് ചെയ്യാൻ കോൺഗ്രസിനെ, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടായി വരേണ്ടതുണ്ട്. അല്ലാത്തടത്തോളം കാലം കോൺഗ്രസ് നിലനിൽക്കില്ല. അതാണ് ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അവസ്ഥയും മറിച്ചല്ല. കേരളത്തിൽ കണ്ടില്ല, 2 തവണ തുടർച്ചയായിട്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു, LDF അധികാരത്തിൽ വരുന്നു. ഇന്ന് ഇനിയിപ്പോൾ അടുത്ത വർഷം തെരഞ്ഞെടുപ്പാണ്, 2026 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ പോക്ക് കോൺഗ്രസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസിനെ ജനങ്ങൾ എടുത്തത് ഇവിടുത്തെ CPM-നോടുള്ള എതിർപ്പാണ്. മറ്റുള്ള സ്ഥലങ്ങളിലും ഈ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എല്ലാ സ്ഥലത്തും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും എല്ലാം ഉള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള ആ ഒരു കോൺഗ്രസ്സിന് അത് കൃത്യമായി മുതലാക്കാനും, കൃത്യമായി അത്തരത്തിൽ നേതാക്കളുടെ ആ ഒരു ഇടപെടൽ, ഈ ഏറ്റവും സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലും അത് വോട്ടാക്കാനും കഴിയുക എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ മുമ്പിൽ ഇപ്പോൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുക എന്നുള്ളത്. പക്ഷെ അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി പോലുള്ള ഒരു നേതൃനിര കുറച്ചുകൂടെ ആക്റ്റീവായി പ്രവർത്തിക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ കാര്യക്ഷമമാവുകയാണെങ്കിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഈ ബാഗും കേരളമായി ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPI ഒക്കെ ആയിട്ട് കോൺഗ്രസിന് ഒരു ബിഹൈൻഡ് ദ കർട്ടൻ ഒരു ബാന്ധവമുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചപ്പോൾ അവിടെ SDPI പ്രകടനം നടത്തി. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിലെ ഒരു
കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുസ്ലിം സമുദായം വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നൊരു പെർസെപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ തിരിച്ച് കൊണ്ടുവരാനുള്ള പ്രയത്നം കൂടിയാണ് ഈ ബാഗ് എന്ന് തോന്നുന്നുണ്ട്. അല്ല, കോൺഗ്രസിന്റെ ആ ബാഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ നമ്മൾ അല്ലെങ്കിൽ SDPIക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയിട്ടോ ആണ് നമ്മൾ പലസ്തീനെ പിന്തുണയ്ക്കുന്നത്. ഇപ്പം ഞാൻ പലസ്തീനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമിക്കോ അല്ലെങ്കിൽ SDPIക്കോ അല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല, RSSനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. SDPIയും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പോപ്പുലർ ഫ്രണ്ടിനെയാണ് നിരോധിച്ചിട്ടുള്ളത്. ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഒന്നും വിചാരിച്ച കേരളത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അവർക്കൊപ്പമൊന്നുമല്ല. അങ്ങനെ അതൊക്കെ വെറൊരു തെറ്റായ ധാരണ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അവർ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, അവർ ചെറിയൊരു ബെൽറ്റുകളിൽ മാത്രം, ഇപ്പോൾ കോഴിക്കോട് ജില്ലേൻ്റെ ചില ഭാഗങ്ങളിൽ, കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ, SDPI ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വളർച്ച വലിയ തോതിൽ തന്നെ ഇത്തരത്തിലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ വേരോട്ടത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാനൊരു മലബാറുകാരനും ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കൃത്യമായിട്ട് അവരുടെ വളർച്ച അറിയാം. അവർ ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ പിന്നെ കോൺഗ്രസ് ജയിക്കാൻ കാരണം ഞങ്ങളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഞങ്ങളാണ് എന്നൊന്നും പറയുന്ന പോലെയൊന്നുമല്ല. ചില പഞ്ചായത്തുകളിലെങ്കിലും അവർക്ക് ചില നീക്കുപോക്കുകൾ നടത്താൻ കഴിയും. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്ന വോട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാലക്കാട് ഒന്ന് സരിനോടുള്ള ഒരു എതിർപ്പ് വലിയ തോതിൽ, സരിനോടുള്ള CPMലേക്ക് പോയത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ എങ്ങനെയും ജയിപ്പിക്കുക എന്നുള്ളത്, സരിനെ 3ാം സ്ഥാനത്തെങ്കിലും എത്തിക്കുക എന്നുള്ളത് വളരെ ആക്റ്റീവായിട്ടാണ് കോൺഗ്രസ് അവിടെ വളരെ പഴുതടച്ച പ്രവർത്തനങ്ങൾ നടത്തി. 2 BJP ആണ്. BJP കാലാകാലങ്ങളായിട്ട് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളാണ് അവിടെ സ്ഥാനാർത്ഥി. അയാൾ വാർഡിലേക്കാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലേക്കാണെങ്കിലും അതെ ലോക്സഭയിലേക്കാണെങ്കിലും എവിടെയും കൃഷ്ണകുമാറാണ്. കുറച്ചുകൂടെ ഇപ്പോൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലൊക്കെ ഉപയോഗിച്ച പോലെ പാലക്കാട് അങ്ങനെ ഒരു സെലിബ്രിറ്റി പരിവേഷമൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു നേതാവിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിലും നന്നായിട്ട് വോട്ട് കിട്ടും. ഒരുപക്ഷെ ശക്തമായൊരു മത്സരവും കാണും. ജയിക്കും. ഇപ്പോൾ ഈ ശ്രീധരന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് സവർണ വോട്ടുകൾ നന്നായിട്ട് കിട്ടിയത് മിഡിൽ ക്ലാസിൻ്റെ വോട്ടുകളാണ്. പ്രത്യേകിച്ച് അവിടെ നായർ, ബ്രാഹ്മിൺസ്, അതുപോലെ തന്നെ ഈഴവ വോട്ടുകളുടെ ഒരു ബാങ്കാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് മുസ്ലിം വോട്ടുകളൊക്കെ. മുസ്ലിം വോട്ടുകൾ ആകെ 20-22% വോട്ടുകളുണ്ടാവും. പക്ഷെ അത് കിട്ടിയിട്ടുണ്ട്, ഇല്ലാതൊന്നും പറയുന്നില്ല. ആ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് LDFന് വളരെ കുറച്ചേ കിട്ടുള്ളൂ. BJPക്ക് കിട്ടാനും സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലും ഈ ഗണേഷ് സൂചിപ്പിച്ച പോലെ തന്നെ SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കൊന്നും കേരളത്തിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങൾ വലിയ ആളുകളാണ്, മുസ്ലിങ്ങൾക്കിടയിലെ ബുദ്ധിജീവികൾ ഞങ്ങളാണെന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയാറുണ്ട്. അവരുടെ ഒരു ലൈൻ അങ്ങനെയാണ്. SDPI ആണെങ്കിൽ മറ്റൊരു ലൈനാണ്. കാരണം SDPI ഇപ്പോഴും ഈ ഭരണകൂടത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിൽ ഈ 2 രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെയാണ്. ഈ അവരുടെ വെൽഫെയർ പാർട്ടി ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ആണെങ്കിലും അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അവർ വലിയ രീതിയിൽ സഹായിച്ചത് കൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷം വരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയൊന്നും ഇല്ല. അവർ അത്ര വലിയ സ്വാധീനം ചെലുത്താനല്ലോ ഒരു വാർഡിലോ ഒരു പഞ്ചായത്തിലോ ചില നീക്കുപോക്കുകൾക്കുള്ള ഒരു സഹായത്തിൻ്റെ അപ്പുറം ബൾക്കായിട്ടൊരു വോട്ട് അടിയൊഴുക്കുണ്ടാക്കി ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇടതിനോ വലതിനോ മറിക്കാനുള്ള ശേഷിയൊന്നും ഈ 2 സംഘടനയ്ക്കും ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രിയങ്കയുടെ ഗാന്ധിയുടെ ബാഗ് വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ചലനം സൃഷ്ടിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.